അയോൾ ഇംഗ്ലീഷ് ഫോർ സോഷ്യൽ സയൻസസിലെ മൊഡ്യൂൾ 4 മൈൻഡ്സ്കേപ്സ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ മെൻ്റൽ ഹെൽത്ത് WHO എന്ന് പറഞ്ഞിട്ടൊരു പോർഷൻ പ്രിസ്ക്രൈബ്ഡ് ആണ്. നമ്മൾ ആ പോർഷനാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. WHO എന്ന് പറയുന്ന സംഘടന മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് ഒരു എസ്സേ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ എന്ന് പറയാം. അതവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അവരുടെ പേജിൽ തന്നെ നമുക്കത് കാണാൻ പറ്റും. അതാണ് നമുക്ക് പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ളത്. സോ എസ്സേയിലോട്ട് പോകുന്നതിന് മുന്നേ എന്താണ് WHO എന്നൊന്ന് നോക്കാം. WHO എന്ന് പറയുന്നത് ഒരു അബ്രിവേഷനാണ്. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, അപ്പോൾ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 1948 യുണൈറ്റഡ് നേഷൻസ്, അന്താരാഷ്ട്ര സംഘടനയായിട്ടുള്ള യുണൈറ്റഡ് നേഷൻസ് ആണ് ഈ ഒരു WHO എന്ന് പറയുന്ന സംഘടനയെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇവരുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ പബ്ലിക് ഹെൽത്ത്, ഒരു പ്രത്യേക രാഷ്ട്രത്തിൻ്റെയോ ഒരു പ്രത്യേക സ്ഥലത്തിൻ്റെയോ അല്ല, മുഴുവൻ ലോകത്തിൻ്റെയും പബ്ലിക് ഹെൽത്തിനെ പറ്റിയിട്ട്, ആരോഗ്യത്തിനെ പറ്റിയിട്ടാണ് ഈ ഒരു സംഘടന, ലോകാരോഗ്യ സംഘടനയായിട്ടുള്ള WHO ഡീൽ ചെയ്യുന്നത്. ഇനി ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊമോട്ട് ഹെൽത്ത്, കീപ് ദ വേൾഡ് സേഫ് ആൻഡ് സെർവ് ദി വൾണറബിൾ. എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്ന ആൾക്കാർക്ക് വേണ്ട ഹെൽപ്പ് കൊടുക്കുക, അല്ലാണ്ട് മുഴുവനായിട്ടും ലോകത്തിൽ ഹെൽത്ത്, ആരോഗ്യം എന്ന് പറയുന്ന കാര്യം പ്രൊമോട്ട് ചെയ്യുക, വേൾഡിനെ സേഫാക്കി വയ്ക്കുക. ഇതൊക്കെയാണ് ഇവരുടെ ലക്ഷ്യങ്ങൾ. ഇവരാണ് ഹെൽത്ത് സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുന്നത്. എന്താണ് ഒരു മനുഷ്യൻ ആരോഗ്യവാനാണ് എങ്കിൽ എന്താണ് അതിൻ്റെ ഒരു ലക്ഷണം, എന്താണ് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു പാരാമീറ്റർ എന്ന് പറയുന്നതൊക്കെ സെലക്ട് ചെയ്യുന്നത് ഈ ഒരു സംഘടനയാണ്. ഡെവലപ്പിംഗ് കൺട്രീസിന്, തീരെയും ദാരിദ്ര്യത്തിലുള്ള രാജ്യങ്ങൾക്കൊന്നും ഈവൻ വാക്സിനേഷൻ പോലും ആൾക്കാർക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടുന്ന രാജ്യങ്ങൾക്കെല്ലാം വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് ഈ ഒരു WHO എന്ന് പറയുന്ന സംഘടനയാണ്. ഹെൽത്ത് എമർജൻസീസ് വരുമ്പോൾ, നമുക്ക് കോവിഡൊക്കെ വന്ന സമയത്ത്, അതിന് മുന്നേ നിപ്പ വന്ന സമയത്ത്, എബോള വൈറസ് വന്ന സമയത്ത്, ഈ സമയത്തെല്ലാം ആവശ്യം വേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ്, വേണ്ട ഹെൽപ്പ് എന്തൊക്കെയാണെന്ന് നോക്കി ചെയ്യുന്നൊരു സംഘടനയാണ് WHO. ഇതിൻ്റെ ഏറ്റവും മേജറായിട്ടുള്ളൊരു ഗോളെന്ന് പറയുന്നത് ഹയസ്റ്റ് പോസിബിൾ ലെവൽ ഓഫ് ഹെൽത്ത് എല്ലാ മനുഷ്യർക്കും കിട്ടണം. നോട്ട് ഓൺലി ഫിസിക്കൽ ഹെൽത്ത് ബട്ട് ഓൾസോ ദി മെൻ്റൽ ഹെൽത്ത്. മെൻ്റൽ ഹെൽത്തിനെ പറ്റിയിട്ടും ഫിസിക്കൽ ഹെൽത്തിനെ പറ്റിയിട്ടും സംസാരിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് WHO പറ്റിയിട്ട് ഒന്ന് മിനിമം അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ എസ്സേയിലോട്ട് വരാം. ഈ ഒരു 5 കാര്യങ്ങളാണ് നമ്മുടെ ഈ എസ്സേക്കകത്ത് വരുന്നത്. മെൻ്റൽ ഹെൽത്തിൻ്റെ കുറച്ച് കീ ഫാക്റ്റ്, ഡിറ്റർമിനൻസ്, സ്ട്രാറ്റജീസ് ഒക്കെയാണ് പറയുന്നത്. സോ നമുക്ക് നോക്കാം. ആദ്യം പറയുന്നത് കൺസെപ്റ്റ്സ് ഇൻ മെൻ്റൽ ഹെൽത്ത്. എന്താണ് മാനസികാരോഗ്യം, അതിനകത്ത് വരുന്ന കൺസെപ്റ്റ്സ് എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഡിറ്റർമിനൻസ് ഓഫ് മെൻ്റൽ ഹെൽത്ത്, എന്താണ് മെൻ്റൽ ഹെൽത്തിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. പിന്നെ മെൻ്റൽ ഹെൽത്തിൻ്റെ പ്രൊമോഷനും പ്രിവെൻഷനും കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ മെൻ്റൽ ഹെൽത്ത് കെയർ, ട്രീറ്റ്മെൻറ്റ്. അവസാനമായിട്ട് WHO എങ്ങനെയാണ് ഈ ഒരു മെൻ്റൽ ഹെൽത്തിനോട് റെസ്പോണ്ട് ചെയ്യുന്നത്. ഇത്രയും ഈ ഒരു 5 പോയിൻ്റാണ് ഈ ഒരു എസ്സേക്കകത്ത് വരുന്നത്. സോ എന്തിനാണ് ഇതിവിടെ കൊടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ എസ്സേക്കകത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണേ. സോ ആദ്യം പറഞ്ഞു കോൺസെപ്റ്റ്സ് ഇൻ മെൻ്റൽ ഹെൽത്ത്. മെൻ്റൽ ഹെൽത്തിൻ്റെ ഡെഫിനിഷൻ പറയുന്നുണ്ട്. അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. മെൻ്റൽ ഹെൽത്ത് ഈസ് അബൌട്ട് ഫീലിംഗ് ഗുഡ് മെൻ്റലി, ബീങ് ഏബിൾ ടു ഹാൻഡിൽ സ്ട്രെസ്, റിയലൈസ് യുവർ പൊട്ടൻഷ്യൽ, ലേൺ, വർക്ക് ആൻഡ് കോൺട്രിബ്യൂട്ട് ടു സൊസൈറ്റി. സോ അതെന്തുവാ മെൻ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാനസികമായിട്ടൊരു ഫീലിംഗ് ഗുഡായിരിക്കണം. നമുക്ക് ഒരു നല്ല രീതിയിൽ ഫീൽ ചെയ്യാൻ പറ്റണം. മാനസികമായിട്ട് ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു തൃപ്തി എന്ന് പറയുന്നൊരു സാധനം നമുക്ക് മൈൻഡിലുണ്ടാവണം. ബീങ് ഏബിൾ ടു ഹാൻഡിൽ സ്ട്രെസ്സ്, എന്തെങ്കിലും ഒരു ചെറുതാവട്ടെ വലുതാവട്ടെ ഒരു സ്ട്രെസ്സ് നമുക്ക് നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അത് നമ്മുടെ ഒരു കരിയർ വരുന്നൊരു ഡിസിഷൻ ആവാം, വളരെ വലിയൊരു കുടുംബത്തിൽ വരുന്നൊരു ഡിസിഷൻ ആവാം, പോട്ടെ ഒരു നമ്മളെന്നും പോകുന്ന ബസ് 10 മിനിറ്റ് ലേറ്റായി വന്നു കഴിഞ്ഞാൽ പോലും നമുക്കൊരു സ്ട്രെസ് അനുഭവപ്പെടും. കോളേജിലെത്താൻ ലേറ്റാവോ, എവിടെയെങ്കിലും പോകാൻ ലേറ്റാവോ എന്നുള്ളത്. ഇങ്ങനെ ചെറുതാവട്ടെ വലുതാവട്ടെ ഏതൊരു സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാലും അതിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. റിയലൈസ് യുവർ പൊട്ടൻഷ്യൽ, നമുക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഇപ്പം നമുക്ക് പാട്ട് പാടാൻ കഴിവുണ്ട്, പക്ഷേ പാട്ട് പാടാനുള്ള ധൈര്യം നമുക്കില്ല ആൾക്കാരുടെ മുന്നിൽ. അതും മെൻ്റൽ ഹെൽത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണമാണ്. ലേൺ, വർക്ക് ആൻഡ് കോൺട്രിബ്യൂട്ട് ടു സൊസൈറ്റി. പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും ജോലി ചെയ്യാനും അതിലൂടെ സൊസൈറ്റിയിലേക്ക് വേണ്ട കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാനും നമുക്ക് പറ്റണം. ഇതാണ് മെൻ്റൽ ഹെൽത്തിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് അവർ ഓവറോൾ ഹെൽത്ത് ആൻഡ് ഹെൽപ്സ് us മേക്ക് ഡിസിഷൻസ്, ഫോം റിലേഷൻഷിപ്സ് ആൻഡ് ഇൻഫ്ലുവൻസ് ദ വേൾഡ് അറൗണ്ട് us. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എസെൻഷ്യൽ പാർട്ടാണ് നമുക്ക്. കാര്യം നമ്മുടെ ഓവറോൾ ഹെൽത്തിനെ മെൻ്റൽ ഹെൽത്ത് ബാധിക്കും.
നമുക്ക് മനസ്സിനൊരു സുഖമില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ അത് ഉറപ്പായിട്ട് ബാധിക്കും. പിന്നെ നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ പറ്റണം നല്ല രീതിയിൽ. ഫോം റിലേഷൻഷിപ്സ്, റൊമാൻറ്റിക് റിലേഷൻഷിപ്സ് മാത്രമല്ല, വീട്ടുകാരുമായിട്ടുള്ള ബന്ധമാവട്ടെ, കൂട്ടുകാരായിട്ടുള്ള ബന്ധം, ജോലി ചെയ്യുമ്പോൾ അവിടെയുള്ള ബന്ധം, കോളേജിലെ ടീച്ചേഴ്സായിട്ടുള്ള ബന്ധം, ഇങ്ങനെയുള്ള എല്ലാ ബന്ധങ്ങളും ഫോം ചെയ്യാൻ പറ്റണം. എന്നിട്ട് അതിലൂടെ വേൾഡിന് ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ചുറ്റിനുള്ള ആൾക്കാരിൽ നമ്മളൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റണം. രണ്ടാമത് പറയുന്ന കാര്യം, ഇറ്റ്സ് മോർ ദാൻ ജസ്റ്റ് ആബ്സെൻസ് ഓഫ് ഡിസോർഡേഴ്സ്. ആദ്യം പറഞ്ഞതിൽ സന്തോഷം കിട്ടുന്ന കാര്യം പറയുന്നുണ്ട്. ഇനി തകരാറുകളൊന്നുമില്ല എന്നുള്ളതല്ല ശരിക്കും മെൻ്റൽ ഹെൽത്ത്. ഗുഡ് മെൻ്റൽ ഹെൽത്ത് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് നോട്ട് ഹാവിങ് മെൻ്റൽ ഇൽനെസ്. ചിലർക്ക് മാനസികമായിട്ട് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളുണ്ടാവും. അസുഖമില്ല എന്ന് കരുതിയിട്ട് നമ്മളുടെ മെൻ്റൽ ഹെൽത്ത് ഓക്കെ ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഓക്കെ, പ്രത്യേകിച്ച് പറയത്തക്ക ഒരു അസുഖവും മെൻ്റൽ ഇഷ്യൂസ് നമുക്കുണ്ടാവില്ല. പക്ഷേ എന്ന് കരുതിയിട്ട് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് 100% ഓക്കെ ആണ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇറ്റ്സ് എ കോംപ്ലക്സ് ഓൺഗോയിങ് സ്റ്റേറ്റ് ദാറ്റ് ക്യാൻ ലുക്ക് ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് പീപ്പിൾ. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മാനസികാരോഗ്യം എന്ന് പറയുന്നത് ഓരോ മനുഷ്യനും ഓരോന്ന് പോലെയാണ്. ചിലർക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഈ കുഴപ്പം എനിക്ക് ഓക്കെ ആണ്, ഞാനിത് ക്ലിയർ ആക്കാൻ പറ്റും എന്ന് ധൈര്യസമേതം മുന്നോട്ട് വരുന്ന ആൾക്കാരുണ്ടാവും. എന്നാൽ ചിലർക്കത് പറ്റത്തില്ല. എന്ന് കരുതിയിട്ട് നമ്മൾ അവരെ ഇതെന്ത് മനുഷ്യരാണെന്ന് പറഞ്ഞിട്ട് മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കാൻ പാടില്ല. കാരണം മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഓരോ മനുഷ്യർക്കും ഓരോന്ന് പോലെയാണ്. ഇറ്റ് ക്യാൻ വാരി ഇൻ ടേംസ് ഓഫ് ചാലഞ്ചസ് ആൻഡ് ഡിസ്ട്രസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. അത് ഓരോ ചലഞ്ചും ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അനുഭവപ്പെടുന്നതും. നമുക്ക് ഡിസ്ട്രസ് എന്ന് പറയുന്നത് നമ്മളത് എടുക്കുന്നൊരു രീതി, അതും പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെൻ്റ് ആയിരിക്കും. എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ എനിക്ക് കരയാനായിരിക്കും തോന്നുക, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു ബ്രേക്ക് ഡൗൺ വന്നിട്ട് ആരുടെടുത്തും സംസാരിക്കേണ്ട ഒറ്റയ്ക്കൊരു റൂമിൽ പോയിരിക്കാൻ തോന്നും. ചിലർക്ക് പക്ഷേ അങ്ങനെയല്ല, കരഞ്ഞ് ദേഷ്യപ്പെടാനായിരിക്കും തോന്നുക. ചില ആൾക്കാർ കണ്ടിട്ടില്ല, സാധനങ്ങളൊക്കെ എടുത്ത് എറിയുന്ന ആൾക്കാർ. ഇതെല്ലാം ഓരോരുത്തരും ഓരോ രീതിയിലാണ് സ്ട്രെസ്സ് നേരിടുന്നത്. ചിലർ കരയത്തൊന്നുമില്ല, മിണ്ടാണ്ടിരിക്കും. എന്ത് ദുഃഖം ഉണ്ടെങ്കിലും അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. സോ സന്തോഷം മാത്രമല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും പറയത്തക്ക ഡിസോർഡർ ഇല്ലയെന്ന് കരുതിയിട്ട് അവരുടെ മെൻ്റൽ ഹെൽത്ത് ഓക്കെയാണെന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ദെൻ മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻസ്. ദീസ് ഇൻക്ലൂഡ് മെൻ്റൽ ഡിസോർഡേഴ്സ് ലൈക്ക് ഡിപ്രഷൻ ഓർ ആങ്സൈറ്റി. ഇനി കുറച്ച് മെൻ്റൽ ഡിസോർഡേഴ്സിനെ പറ്റി പറയുന്നുണ്ട്. ഡിപ്രഷൻ, ഇപ്പം ഡിപ്രസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഊർജ്ജത്തോടു കൂടി ഒരു കാര്യം ചെയ്യാൻ തോന്നാത്തൊരവസ്ഥ. ഒരു ആങ്സൈറ്റി വന്നു കഴിഞ്ഞാൽ എപ്പോഴും നമുക്കൊരു വെപ്രാളമായിരിക്കും. എന്താ സംഭവിക്കുന്നത്, അയ്യോ എൻ്റെ ലൈഫ് എങ്ങോട്ടാണ് പോകുന്നത്. നിസ്സാര കാര്യങ്ങൾക്ക് വരെ ആ ഒരു ടെൻഷൻ, ആങ്സൈറ്റി ഉണ്ടാവും. അതൊരു ഡിസോർഡറാണ്. സൈക്കോസോഷ്യൽ ഡിസബിലിറ്റീസ് ആൻഡ് അതർ മെൻ്റൽ സ്റ്റേറ്റ്സ് ദാറ്റ് കോസ് സിഗ്നിഫിക്കൻറ്റ് ഡിസ്ട്രെസ്. സൈക്കോസോഷ്യൽ ഡിസബിലിറ്റീസ് എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് ഒട്ടും ആൾക്കാരോട് സംസാരിക്കാൻ പറ്റില്ല. ഇൻട്രോവേർട്ടിൻ്റെ കാര്യമല്ല പറയുന്നത്. ഒരു കാരണവശാലും ആൾക്കാരോട് സംസാരിക്കാനോ, സ്റ്റേജ് ഫിയറോ അല്ല, ജസ്റ്റ് തൊട്ടടുത്തിരിക്കുന്ന ഒരു മനുഷ്യനോട് ഒരു കാര്യം ചോദിക്കാനോ സംസാരിക്കാനോ പോലും പറ്റാത്ത ആൾക്കാരുണ്ട്. അതൊരു സൈക്കോസോഷ്യൽ ഡിസോർഡർ ആണത്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ട്. ഇത് അവരുടെ ഡെയിലി ഫങ്ഷനിങ്ങിനെ തന്നെ ബാധിക്കും. ഓർ ടു സെൽഫ് ഹാം റിസ്ക്. ഇവർക്ക് ഒരു കാര്യം ചോദിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഇവർക്ക് ജോലി കിട്ടുന്നുണ്ടാവില്ല, പഠിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള ആൾക്കാർ സ്വന്തമായിട്ട് എന്തെങ്കിലും ഹാം ചെയ്ത്, സൂസൈഡ് അറ്റംപ്റ്റ് അങ്ങനെ എന്തെങ്കിലും ചെയ്ത് സ്വന്തം ജീവിതം തന്നെ നശിപ്പിക്കുന്ന ഒരു ലെവലിലോട്ട് വരെ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പോകും. വൈൽ പീപ്പിൾ വിത്ത് മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻസ് ഓഫൻ ഹാവ് ലോവർ മെൻ്റൽ വെൽബീയിങ്, ഇറ്റ്സ് നോട്ട് ഓൾവേസ് ട്രൂ ഫോർ എവറി വൺ വിത്ത് സച്ച് കണ്ടീഷൻസ്. ഇനി ഇതും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ചില ആൾക്കാർ സ്വന്തമായിട്ട് ഹാം ഉണ്ടാക്കിയിട്ട് സ്വന്തം ജീവിതം നശിപ്പിക്കും. ചില ആൾക്കാർ എത്ര ഡിപ്രസ്ഡ് ആണെങ്കിൽ പോലും അവരതിനെയൊക്കെ ഓവർകം ചെയ്തിട്ട്, ഡിപ്രസ്ഡ് ആയിരിക്കും, ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ഡിപ്രസ്ഡ് ആണ്, പക്ഷേ ഡെയിലി ഫങ്ഷൻസ് ചെയ്തു പോകുന്ന ആൾക്കാരും ഉണ്ടായിരിക്കും. ഇതാണ് കൺസെപ്റ്റ്സ്. 3 കൺസെപ്റ്റിനെ പറ്റിയിട്ട് പറഞ്ഞു. ഇനി ഡിറ്റർമിനൻസ് ഓഫ് മെൻ്റൽ ഹെൽത്ത്. നമ്മുടെ മാനസികാരോഗ്യത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ഡിറ്റർമിനൻസ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് എന്ന് വേണമെങ്കിലും പറയാം. സൈക്കോളജിക്കൽ ആൻഡ് ബയോളജിക്കൽ. ആദ്യമുള്ളത് ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സാണ്. അതിനകത്ത് തന്നെ സൈക്കോളജിക്കൽ ആൻഡ് ബയോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. പേഴ്സണൽ ട്രെയ്റ്റ്സ് ലൈക്ക് ഇമോഷണൽ സ്കിൽസ്, സബ്സ്റ്റൻസ് യൂസ് ആൻഡ് ജനറ്റിക് ഫാക്ടേഴ്സ് ക്യാൻ മേക്ക് സമൺ മോർ വൾണറബിൾ ടു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ്. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ബയോളജിക്കലി നമുക്കുണ്ടാകുന്ന കുറച്ച് പ്രത്യേകതകൾ, ട്രെയ്റ്റ്സ് അല്ലെങ്കിൽ ഹാബിറ്റ്സ് എന്ന് പറയാം. അതിൽ വരുന്നതാണ് ഇമോഷണൽ സ്കിൽസ്. ചിലർ ഒട്ടും ഇമോഷണലായിരിക്കില്ല, അല്ലെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാത്ത ആൾക്കാർ, ചിരി വന്നാൽ പോലും ചിരിക്കാത്ത ആൾക്കാർ. ഇതൊരു ഇമോഷണൽ സ്കില്ലാണ് അവരുടെ. അടുത്ത് സബ്സ്റ്റൻസ് യൂസ്. ചിലർ ലഹരിക്ക് അടിമകളായിരിക്കും.
അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് നേരെ ഒന്ന് ചിന്തിക്കണമെങ്കിൽ പോലും ഡ്രഗ് ഉണ്ടെങ്കിലേ അവർക്ക് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. അതും ഒരു പേഴ്സണൽ ഹെൽത്തിനെ ബാധിക്കുന്നൊരു കാര്യമാണ്, മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കും. ആൻഡ് ജനറ്റിക് ഫാക്ടേഴ്സ്, ചിലർക്ക് ജീൻ വൈസ് തന്നെ പെട്ടെന്ന് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കരയുന്ന ഒരു സ്വഭാവം, ഇതെല്ലാം ജനറ്റിക്കലി കിട്ടുന്ന കുറച്ച് ഫാക്ടേഴ്സിൽ പറയുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാമാണ് ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സിൽ മെൻ്റൽ ഹെൽത്തിനെ ഡിസൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ. ദെൻ വി ഹാവ് സോഷ്യൽ ആൻഡ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. ഇതിനകത്ത് ആദ്യം വരുന്നത് കുറച്ച് അൺഫേവറബിൾ കണ്ടീഷൻസ് ആണ്. നമ്മുടെ മെൻ്റൽ ഹെൽത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളാണ്. തിങ്സ് ലൈക്ക് പോവേർട്ടി, ഭയങ്കര ദാരിദ്ര്യം. നമ്മൾ ജനിച്ചപ്പോഴേ ആ കുടുംബത്തെ ദാരിദ്ര്യമാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ വളർന്നു വരുന്ന ഒരു സാഹചര്യം ഫുൾ നമ്മൾ കാശിൻ്റെ ഒരു ബുദ്ധിമുട്ട് കണ്ട് വളർന്ന ആ ഒരു ദാരിദ്ര്യത്തിൽ വളർന്നു വരുമ്പോഴത്തേക്കും നമ്മുടെ മെൻ്റൽ ഹെൽത്ത് അത്രത്തോളം ഓക്കെ ആയിരിക്കില്ല. മിക്കപ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ കാശിന് ബുദ്ധിമുട്ട് വരുന്നു. എല്ലാവരും ഇപ്പോൾ ഭയങ്കര റിച്ച് അല്ല, മിഡിൽ ക്ലാസ് ആണെങ്കിൽ പോലും ഏതെങ്കിലുമൊക്കെ ഒരു അവസ്ഥയിൽ നമുക്കും ദാരിദ്ര്യത്തിൻ്റെ ഒരു ഇത് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകും. ആ ഒരു സമയത്ത് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഒട്ടും ഓക്കെ ആയിരിക്കില്ല. സോ പോവർട്ടി എന്ന് പറയുന്നത് ഒരു അൺഫേവറബിൾ കണ്ടീഷനാണ്. നേരത്തെ ഭയങ്കര പണക്കാരെപ്പോഴും മെൻ്റലി ഓക്കെ ആയിരിക്കും എന്നല്ല, ഇത് ഒരു അൺഫേവറബിൾ കണ്ടീഷനാണ്. വയലൻസ്, ഭയങ്കര ഒരു തല്ലും വഴക്കും കണ്ട് കുടുംബത്തിൽ എന്നും അടി കിട്ടുന്ന ഒരാളുടെ മെൻ്റൽ ഹെൽത്ത് ഒരിക്കലും ഓക്കെ ആയിരിക്കില്ല. ഇൻഇക്വാലിറ്റി, ഒരേ കുടുംബത്തിൽ നമുക്ക് ഒന്നും കിട്ടുന്നില്ല, എന്നാൽ നമ്മുടെ സിബ്ലിങ്സിനോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഒക്കെ എല്ലാം കിട്ടുന്നുണ്ട്, അതൊരു പ്രശ്നമായിട്ട് വരാം. പുവർ ലിവിങ് കണ്ടീഷൻസ്, പറഞ്ഞ പോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് കിടക്കാൻ ഒരു കട്ടിലില്ല, അല്ലെങ്കിൽ ഒരു മുറിയില്ല, ഒന്നുമില്ല, നമുക്ക് നല്ലൊരു ഡ്രസ്സില്ല, അങ്ങനത്തെയൊക്കെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എഗെയിൻ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഭയങ്കരമായിട്ട് ഡിക്രീസ്ഡ് ആയിട്ട് പോകും. ഇതെല്ലാം മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാക്കാൻ വളരെ സാധ്യത കൂട്ടുന്ന കാര്യങ്ങളാണ്. ദെൻ സെൻസിറ്റീവ് ലൈഫ് സ്റ്റേജസ്. Risks are particularly harmful during key life stages, especially in early childhood. നമ്മുടെ വളരെ കുഞ്ഞിലെ ചെറുപ്പകാലം എന്ന് പറയുമ്പോഴത്തേന് ആ ഒരു ബാല്യകാലത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വളരെ റിസ്ക് ഉള്ള കാര്യങ്ങളാണ്. ആ സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഒരുപാട് നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വളർന്നു വരുമ്പോഴത്തേക്കും ഈ ഒരു പാസ്റ്റ് നമ്മളെ ഹോണ്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഹാർഷ് പാരൻറ്റിങ് ആൻഡ് ബുള്ളിയിങ് ക്യാൻ സീരിയസ്ലി ഇമ്പാക്റ്റ് മെൻ്റൽ ഹെൽത്ത്. പാരൻസ് ഭയങ്കര ഹാർഷായിട്ട് എന്ത് ചെയ്താലും തല്ലുന്നു. ഇതിപ്പോൾ വളരെ ചെറിയ കുട്ടികളുടെ കാര്യം പറഞ്ഞാൽ ഒരു 4 വയസ്സ് 5 വയസ്സ് കുട്ടി എപ്പോഴും അടി കിട്ടുന്നു വീട്ടുകാരുടെ കയ്യിൽ നിന്ന്, എപ്പോഴും വഴക്ക് മാത്രം കിട്ടി വളരുന്നൊരു കുട്ടിക്ക് ഒരിക്കലും അവരുടെ മെൻ്റൽ ഹെൽത്ത് ഓക്കെ ആയിരിക്കില്ല. പിന്നെ ബുള്ളിയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരാളിനെ വേണമെന്ന് വെച്ചിട്ട് പിള്ളേരെ ഉപദ്രവിക്കുന്നത്. ദേഹോപദ്രവം മാത്രമല്ല, ഇരട്ടപ്പേര് വിളിക്കുക, മോശപ്പെടുത്തി സംസാരിക്കുക, ഇതെല്ലാം മെൻ്റൽ ഹെൽത്ത് മോശമാക്കുന്നൊരു കാര്യമാണ്. സോ ഇപ്പോൾ ഓർമ്മ വരുന്നൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും രാക്ഷസൻ മൂവിയിൽ. അതിൽ ആ പയ്യനെ എല്ലാവരും കൂടി ബുള്ളി ചെയ്യുന്നുണ്ട്, ഓരോ വട്ടപ്പേരൊക്കെ വിളിച്ചിട്ട്. അങ്ങനെയാണ് ഒരു വില്ലൻ ഒറിജിൻ എന്നുള്ള ലെവലിലേക്ക് അവൻ്റെ മെൻ്റൽ ഹെൽത്ത് മോശമായിട്ട് പിന്നെ ഒരു വില്ലനായിട്ട് മാറുന്നത്. സോ അതാണ് ബുള്ളിയിങ്ങിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുക. ദെൻ 3 പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ്. ഇനി എന്തൊക്കെയാണ് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ? ഇപ്പോൾ 2 കാര്യം പറഞ്ഞതും എങ്ങനെയാണ് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് മോശമാക്കുന്ന ഫാക്ടേഴ്സ് ആണെങ്കിൽ, ഇത് നന്നാക്കുന്ന ഒരു ഫാക്ടറാണ്, പോസിറ്റീവ് ഫാക്ടറാണ്. ഗുഡ് ഇമോഷണൽ സ്കിൽസ്, നമുക്ക് നല്ല ഇമോഷണൽ സ്കിൽസ്. അതിനകത്ത് പറയാൻ പറ്റുന്നൊരു കാര്യം ക്രിറ്റിസിസംസ് എടുക്കാൻ പറ്റുന്നൊരു കാര്യം. നമ്മളൊരാളുടെ അടുത്ത് പറയുവാണെങ്കിൽ നീ ആ ചെയ്തത് ശരിയായില്ല എന്ന് നമ്മളടുത്ത് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. അല്ലാണ്ട് നീ എന്തിനാ എന്നെ പറയുന്നത്, അങ്ങനെ പറയുന്ന ആളല്ല. ഓക്കെ, എനിക്കിപ്പോൾ എന്തോ തെറ്റ് പറ്റിയിട്ടുണ്ട്, ഞാനത് ഇനി ഇമ്പ്രൂവ് ചെയ്യാം എന്ന് വിചാരിക്കുന്നത് ഒരു നല്ല ഇമോഷണൽ സ്കില്ലിൻ്റെ അടിസ്ഥാനമാണ്. അല്ലെങ്കിൽ നമ്മളെക്കാളും ഒരു 2 മാർക്ക് നമ്മുടെ ഫ്രണ്ടിന് കൂടുതൽ കിട്ടി, അല്ലെങ്കിൽ ഫ്രണ്ടിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി, അസൂയപ്പെട്ട് ഇനി അയാളോട് മിണ്ടാണ്ടിരിക്കുന്നതിനേക്കാളും അവർക്കത് കിട്ടി, നല്ല കാര്യം, നമ്മളും ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും കിട്ടും എന്ന് കരുതുന്നത് ഒരു നല്ല ഇമോഷണൽ സ്കില്ലാണ്. പോസിറ്റീവ് സോഷ്യൽ റിലേഷൻഷിപ്സ്, ഈ പറഞ്ഞതിനകത്ത് തന്നെ വരുന്നുണ്ട്. ബന്ധങ്ങളെല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക, അല്ലാണ്ട് അസൂയയോട് കുശുമ്പോടൊക്കെ കാണാണ്ടിരിക്കാൻ ശ്രമിക്കുക. എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം നല്ല രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിലുള്ളൊരു മെൻ്റൽ ഹെൽത്ത് ഉണ്ടാക്കാൻ പറ്റും. സ്റ്റേബിൾ വർക്ക്, ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു 22-23 വയസ്സാകുമ്പോഴത്തേക്കും പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ജോലി കിട്ടാതെ വരുന്ന ആ ഒരു അവസ്ഥയിലാണ്, അൺഎംപ്ലോയിഡ് ആയിരിക്കുന്ന സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ മാനസികമായിട്ട് പ്രശ്നങ്ങൾ നേരിടുക. സ്റ്റേബിൾ ആയിട്ടുള്ളൊരു നമുക്കൊരു വരുമാനമുള്ളൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് കുറച്ചും കൂടി ബെറ്റർ ആവും. സേഫ് കമ്മ്യൂണിറ്റീസ്, കുടുംബമാവട്ടെ, താമസിക്കുന്ന സ്ഥലമാവട്ടെ, ഒരു സേഫായിട്ടുള്ളൊരു സ്ഥലവും ഒരു സ്ട്രോങ് സോഷ്യൽ സപ്പോർട്ടും കിട്ടിക്കഴിഞ്ഞാലും നമ്മുടെ മെൻ്റൽ ഹെൽത്ത് നല്ലതായിട്ട് വെക്കാൻ പറ്റും. ഇതൊന്ന് ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നോക്കി പഠിച്ചോണം. പോസിറ്റീവ് ഫാക്ടേഴ്സ് ദാറ്റ് അഫക്റ്റ് ഓർ
ദ പോസിറ്റീവ് ഫാക്ടേഴ്സ് വിച്ച് ഡിറ്റർമൈൻ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോഴത്തേക്കും ഈ കാര്യങ്ങളാണ്. ആക്ച്വലി എസ്സേയിൽ ഇതെല്ലാം ഓരോ പോയിൻറ്റും ഭയങ്കര ഡീപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുഞ്ഞായിട്ട് എടുത്തിട്ട് വന്നതാണ്. റിസ്ക് അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ്. ഇനി പല ലെവലിലും നമ്മൾ കുറച്ച് മെൻ്റൽ ഹെൽത്തിന് റിസ്ക് നേരിടുന്നുണ്ട്. ഒന്ന് ലോക്കൽ ലെവൽ. ത്രെഡ്സ് ലൈക്ക് വയലൻസ് ഓർ പോവർട്ടി ഇൻ ലോക്കൽ കമ്മ്യൂണിറ്റീസ് ക്യാൻ ഇൻക്രീസ് മെൻ്റൽ ഹെൽത്ത് റിസ്ക് ഫോർ ഇൻഡിവിജ്വൽസ് ആൻഡ് ഫാമിലീസ്. സോ കുറച്ച് ലോക്കൽ ത്രെഡ്സിനെ പറ്റി പറയുവാണെങ്കിൽ, വയലൻസ്, നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട്, കൊട്ടേഷൻ സംഘമോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെററിസ്റ്റ് ആക്രമണങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമുക്കൊരിക്കലും സമാധാനം ഉണ്ടാവില്ല. ഒരു സ്വസ്ഥത എന്ന് പറയുന്ന സാധനം നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് പോവേർട്ടി, ദാരിദ്ര്യമാണെങ്കിൽ നമുക്കൊരു മെൻ്റൽ പീസ് കിട്ടത്തില്ല. ഇനി ഗ്ലോബൽ ഇഷ്യൂസ്. ലാർജർ ഇഷ്യൂസ് ലൈക്ക് എക്കണോമിക് ഡൗൺ ടേൺസ്, ഡിസീസ് ഔട്ട്ബ്രേക്സ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ക്യാൻ അഫക്റ്റ് മെൻ്റൽ ഹെൽത്ത് ഫോർ ഹോൾ പോപ്പുലേഷൻ. സോ ലോക്കൽ ഇഷ്യൂസിൽ നമുക്ക് നേരിട്ട് നമ്മൾ അഫക്റ്റ് ചെയ്യുന്ന 1-2 കാര്യങ്ങൾ പറഞ്ഞു. ഗ്ലോബലി പറയുകയാണെങ്കിൽ എക്കണോമിക് ഡൗൺ ടേൺസ്, ഇപ്പോൾ രൂപയുടെ മൂല്യം ഇടിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അത് ഗ്ലോബലി വരുന്ന പ്രശ്നമാണ്. അത് നമ്മളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പെട്രോളിൻ്റെ വില പെട്ടെന്ന് കൂട്ടുക, ഗ്യാസിൻ്റെ വില പെട്ടെന്ന് കൂട്ടുക, സാധനങ്ങളുടെ മുഴുവൻ വില കൂടിക്കൂടി വരിക, ഇതെല്ലാം ആൾക്കാരെ ഒരുപാട് മെൻ്റലി സ്ട്രെസ്ഡ് ഔട്ട് ആക്കും. ഈ സാധനങ്ങൾക്ക് മാത്രമേ വില കൂടുന്നുള്ളൂ, നമ്മുടെ ആരുടെയും സാലറി കൂടുന്നില്ല, കുടുംബത്തിൻ്റെ വരവ് കൂടുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അത് നമ്മുടെ മനസ്സിനെ ഒരുപാട് ബാധിക്കും. ദെൻ ഡിസീസ് ഔട്ട്ബ്രേക്സ്. നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും, കൊറോണ വന്ന സമയത്ത് എല്ലാവരും പേടിച്ചിട്ട് വീടിന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ആൾക്കാർ കൊറോണ വന്ന് മരിച്ചുകൊണ്ടിരിക്കുന്നു, ഇതിന് മരുന്ന് കണ്ടെത്താൻ സാധിക്കുന്നില്ല. ആ ഒരു സമയത്ത് ഒരുപാട് പേര് മെൻ്റലി ഒത്തിരി സ്ട്രെസ് ഡൗൺ ആയിട്ടുണ്ട്. സോ അതൊരു സ്ട്രെസ്സാണ്. പിന്നെ ഒരു സ്ട്രെസ്സാണ് ക്ലൈമറ്റ് ചേഞ്ച്. ഈ ഇപ്പോഴത്തെ ഭയങ്കര ചൂടിൽ എല്ലാവർക്കും അതൊരു മെൻ്റൽ സ്ട്രെസ്സാണ്. മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ചൂട് കാരണം. അപ്പോൾ നേരെ ഉറങ്ങാൻ പറ്റുന്നില്ല, അതൊരു മെൻ്റൽ സ്ട്രെസ്സായിട്ട് തിരിച്ചു വരുന്നുണ്ട്. സോ ഈ ഒരു 3 കാര്യം മുഴുവൻ ലോകത്തിലെ എല്ലാ ജനങ്ങളെയും ബാധിക്കാൻ സാധ്യതയുള്ള 3 കാര്യമാണ് എക്കണോമിക് ഡൗൺ ടേൺസ്, ഡിസീസ് ഔട്ട്ബ്രേക്സ്, ക്ലൈമറ്റ് ചേഞ്ച്. ഇതിനകത്ത് എക്സാമിന് ഇത് ഇൻ കേസ് ചോദിക്കുവാണെങ്കിൽ ഡിസീസ് ഔട്ട്ബ്രേക്കിൽ കോവിഡിൻ്റെയും നിപ്പയുടെയും ഒക്കെ കേസ് നമുക്ക് എഴുതാൻ പറ്റും കേട്ടോ. ഇനി 5ാമത് പറയുന്നൊരു കാര്യമാണ് കോംപ്ലെക്സ് ഇൻറ്ററാക്ഷൻസ്. While risk and protective factors influence mental health, they don't always predict mental health outcomes. Many people face risk without developing problems, while others may have no risk but still experience mental health conditions. ഇനി ഇത് കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കാര്യം പറയുവാണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞു കുറേ പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ് ഉണ്ട്, നല്ല കുടുംബം, നല്ല ആൾക്കാർ കൂടെ ഉണ്ട് എങ്കിൽ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഓക്കെ ആയിരിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും ഓക്കെ ആവാൻ സാധ്യതയില്ല. എന്നിരുന്നാൽ പോലും എല്ലാം ചുറ്റിനുള്ള എല്ലാ കാര്യങ്ങളും നല്ലതാണെങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നേരിടാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 2ാമത്തെ ടോപ്പിക്കിനകത്ത് തന്നെ ഡിറ്റർമിനൻസ് ഓഫ് മെൻ്റൽ ഹെൽത്ത്. ഇനി അടുത്ത് മെൻ്റൽ ഹെൽത്ത് പ്രൊമോഷൻസ് ആൻഡ് പ്രിവെൻഷൻ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ടോപ്പിക്കാണ്. പ്രൊമോഷൻസ് ആൻഡ് പ്രിവെൻഷൻ സ്ട്രാറ്റജീസ്. These efforts focus on identifying factors that affect mental health and then working to reduce risk, build resilience and create supportive environments. നമ്മളിപ്പോൾ പറഞ്ഞു, ഒരാൾക്ക് മാനസികമായിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നേരിടുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവരെ ഒറ്റപ്പെടുത്താണ്ട് എന്ത് ഫാക്ടർ കാരണമാണ് അവർക്ക് ഈ ഒരു മാനസിക പ്രശ്നം ഉണ്ടാകുന്നത് എന്നാദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കണം. എന്നിട്ട് ആ ഒരു റിസ്ക് കുറയ്ക്കാൻ ശ്രമിക്കണം. ഇപ്പം നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവനോട് എന്താണെന്ന് ചോദിച്ചിട്ട് അത് മനസ്സിലാക്കി അവരെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ബിൽഡ് റെസീലിയൻസ്. ചില സമയത്ത് നമുക്ക് ക്ഷമ എന്ന് പറയുന്നതാണ് റെസീലിയൻസിൽ വരിക. ക്ഷമ നല്ലപോലെ വേണം. ചിലപ്പോൾ നമ്മൾ ചോദിച്ചു ഉടനെ നമ്മുടെ ഫ്രണ്ട് നമ്മളോട് പറയണം എന്നില്ല എന്ന് കരുതിയിട്ട് അവരെ പെസ്റ്റർ ചെയ്ത് അന്ന് തന്നെ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കരുത്. പിന്നീട് ഒന്നും കൂടി ചോദിക്കുക. ചിലപ്പോൾ അവർക്കൊന്ന് കരയാൻ തോന്നും, അല്ലെങ്കിൽ പറഞ്ഞ കാര്യം തന്നെ അവർ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. ഒരാൾ ഓപ്പൺ അപ്പ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിന് നമ്മളൊരു സപ്പോർട്ട് കൊടുത്ത് അവരുടെ ഒപ്പം നിൽക്കണം. കുമ്പളങ്ങി നൈറ്റ്സ് എന്ന് പറയുന്ന മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ സൗബിൻ ഷാഹിർ ചെയ്തൊരു ക്യാരക്ടറിന് പിന്നീട് പറയുന്നുണ്ട്, എനിക്ക് കരയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ പുള്ളി തന്നെ ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് ഒരു മെൻ്റൽ ഹെൽത്ത് എക്സ്പേർട്ടിൻ്റെ അടുത്ത് പോകുന്നുണ്ട്. സോ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, സപ്പോർട്ട് എങ്ങനെ കൊടുക്കാൻ പറ്റുമോ അതുപോലെ ചെയ്യണം. ഈ ഒരു ചില പ്രോഗ്രാംസ് ഉണ്ട്, ആൾക്കാരുമായിട്ട് സംസാരിച്ചിട്ട് മെൻ്റലി ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് തെറാപ്പിസ്റ്റുകളുണ്ട്. അല്ലാണ്ട് തന്നെ പല പ്രോഗ്രാംസ് ഉണ്ട്. ഇവർ ഇൻഡിവിജ്വൽസിനെയും സ്പെസിഫിക് ഗ്രൂപ്പിനെയും ഈവൻ എൻ്റർ പോപ്പുലേഷനെ വരെ ടാർഗറ്റ് ചെയ്ത് അവരുടെ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ റെക്ടിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. 2ാമത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ആക്ഷൻ ബിയോണ്ട് ഹെൽത്ത്.
Mental health promotion often requires action from sectors outside healthcare, like education, housing, labor, and justice. Working together across sectors can improve mental health outcomes. ചില സമയത്ത് നമുക്ക് ഒരു സ്ഥലത്തുള്ള ഒരാൾ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഫ്രണ്ടിന് ഒരു പ്രശ്നമുണ്ട്, നമ്മൾ കോളേജിൽ വന്ന് അവന് അല്ലെങ്കിൽ അവൾക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റുമോ അത് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ആ ഫ്രണ്ടിന് വേണ്ടിയിട്ട്. പക്ഷെ അവർക്ക് പ്രശ്നം വീട്ടിലാണെങ്കിലോ, കോളേജിലെല്ലാം ഓക്കെയാണ്, വീട്ടിലാണ് പ്രശ്നമെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ ഹൗസിങ്ങിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ജസ്റ്റിസുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു പ്രശ്നം, കോടതിയിലൊരു കേസുണ്ട്, നമുക്കെങ്ങനെയാണ് പോയി അതിന് ശരിയാക്കാൻ പറ്റുക? അപ്പോൾ ചില സമയത്ത് ഒന്നിലധികം സെക്ടേഴ്സ് ഒന്നിച്ച് നിന്നാലായിരിക്കും ഒരാളിനെ നമുക്ക് മാനസികമായിട്ടുള്ള അവരുടെ നില തെറ്റാണ്ട് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. The health sector plays a key role by integrating mental health efforts into regular healthcare services and encouraging collaboration. So, ഹെൽത്ത് സെക്ടർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കൊലാബറേഷൻ. ഈ പറഞ്ഞ എല്ലാ ആൾക്കാരിൽ നിന്നും ഹെൽപ്പ് നേരിട്ട് കൊണ്ടായിരിക്കും ഒരാളിന് വേണ്ട ഹെൽപ്പ് അല്ലെങ്കിൽ എന്ത് രീതിയിലുള്ളൊരു സർവീസാണ് അവർ ആഗ്രഹിക്കുന്നത്, അവരുടെ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ആകാൻ ഏത് സെക്ടറിനെയാണ് കൂടുതൽ നോക്കേണ്ടത് എന്ന് കരുതിയിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കും. സോ ഇപ്പോൾ എല്ലാ കോളേജസിലും ജീവനിയുടെ ഒരു കൗൺസിലിംഗ് സെല്ലുണ്ടായിരിക്കും, അവിടെ ഒരു തെറാപ്പിസ്റ്റ് ഉണ്ടായിരിക്കും, നമുക്ക് പോയി സംസാരിക്കാൻ പറ്റും, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പറയാൻ പറ്റും. സോ ഇത് ഇൻ കേസ് ഒരു കുട്ടിക്ക് വീട്ടിലാണ് ബുദ്ധിമുട്ട് വരുന്നതെങ്കിൽ ആ ഒരു തെറാപ്പിസ്റ്റിനെ വീട്ടുകാരുമായിട്ട് സംസാരിക്കാൻ പറ്റും. എല്ലാ ഹോസ്പിറ്റൽസിലും ഒരു തെറാപ്പിസ്റ്റ് ഉണ്ടാവും, അപ്പം നമുക്ക് അവിടെ പോയിട്ട് അവരോട് സംസാരിക്കാൻ പറ്റും. സോ ഇങ്ങനെ ഇതിലോട്ടൊക്കെ വരാൻ ആൾക്കാരെ എൻകറേജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പോയിട്ട് നമ്മുടെ മെൻ്റൽ ഹെൽത്തിൻ്റെ ഇഷ്യൂസ് സംസാരിച്ച് അത് ശരിയാക്കാൻ വേണ്ടിയിട്ട്. ദെൻ മൂന്നാമത് വരുന്നൊരു കാര്യമാണ് സൂയിസൈഡ് പ്രിവെൻഷൻ. സൂയിസൈഡ് പ്രിവെൻഷൻ ഈസ് എ ഗ്ലോബൽ പ്രയോറിറ്റി. കീ സ്ട്രാറ്റജീസ് ഇൻക്ലൂഡ് റെസ്ട്രിക്റ്റിംഗ് ആക്സസ് to harmful methods, promoting responsible media reporting, teaching social and emotional skills to young people, and early intervention. Banning harmful pesticides is a simple and cost-effective way to reduce suicide rates. So, suicide എന്ന് പറയുന്നത് വലിയൊരു ഇഷ്യൂ ആണ്. മാനസികമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉടനെ ആൾക്കാർ ചെയ്യുന്നൊരു കാര്യമാണ് സൂയിസൈഡ് ചെയ്തേക്കുക, ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് തോന്നുന്നൊരു കാര്യം. സോ ഈ സൂയിസൈഡിനെ അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് ഗ്ലോബലി എല്ലാവരും ഉറ്റുനോക്കുന്നൊരു കാര്യമാണ്. ഇതെങ്ങനെയൊക്കെ നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാർംഫുൾ മെത്തേഡ്സ് ആൾക്കാരിലേക്ക് എത്താതെ ശ്രമിക്കുക, ഒന്നാമത്തെ കാര്യം. ദെൻ പ്രൊമോട്ടിങ് റെസ്പോൺസിബിൾ മീഡിയ റിപ്പോർട്ടിംഗ്. മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ഇപ്പോൾ ചില കമൻസ് തന്നെ ഒരാൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റാവണമെന്നില്ല, വെറുതെ ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ആൾക്കാർ അതിൻ്റെ താഴെ കമൻറ്റ് നിനക്ക് പോയി ചത്തൂടെ എന്നൊക്കെ പറയുന്ന ചില കമൻസ് കാണുന്നുണ്ട്. ഇതൊക്കെ മെൻ്റലി തളർന്നിരിക്കുന്ന ഒരാളാണിത് കാണുന്നതെങ്കിൽ അവർക്കത് ഭയങ്കരമായിട്ട് അത് അവരെ ബാധിക്കും, അത് തന്നെ ചെയ്യാമെന്ന് തന്നെ അവർക്ക് തോന്നും. സോ ഒരു മീഡിയ യൂസ് ചെയ്യുന്ന സമയത്ത്, സോഷ്യൽ മീഡിയ ആവട്ടെ ഏത് മീഡിയ ആയാലും അത് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടി ഒന്ന് റെസ്പോൺസിബിൾ ആയിരിക്കണം. പിന്നെ സോഷ്യൽ ആൻഡ് ഇമോഷണൽ സ്കിൽസ്. ഈവൻ ഒരു പരീക്ഷയ്ക്ക് തോറ്റുപോകും അല്ലെങ്കിൽ തോക്കുമെന്നുള്ള പേടി കാരണം ചെറിയ കുട്ടികളൊക്കെ 10th +2 ഒക്കെ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവരോ ഒക്കെ സൂയിസൈഡ് ചെയ്യുന്ന ഒരു പ്രവണത കാണാറുണ്ട്. ഇതൊക്കെ തടയണം, അതിന് അവരെ നമ്മൾ എക്വിപ്ഡ് ആക്കണം. ഒരു പരീക്ഷ ഒരിക്കൽ തോറ്റു കഴിഞ്ഞാൽ നമുക്കൊരു എഴുതിയെടുക്കാം, അല്ലെങ്കിൽ ഒരു സപ്ലി എക്സാം ഉണ്ട്, ഇതൊന്നും ദിസ് ഈസ് നോട്ട് ദി എൻഡ് ഓഫ് യുവർ ലൈഫ് എന്നുള്ള കാര്യം അവർ നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ കുറച്ച് ചെയ്തിട്ടുള്ളൊരു കാര്യം ബാനിങ് ഹാർംഫുൾ പെസ്റ്റിസൈഡ്സ്. നേരത്തെ ഈ ഒരു ചെറിയ ചെടിയൊക്കെ അടിക്കുന്ന മരുന്നൊക്കെ എടുത്തിട്ട് ആൾക്കാർ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. സോ അത് ഒഴിവാക്കിയപ്പോൾ തന്നെ കുറച്ചൊരു സൂയിസൈഡ് റേറ്റ്സ് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. Then we have child and adolescent mental health. Promoting mental health in children and teens is essential. This can be done through supportive policies, nurturing care for children, school programs, and improving both community and online environment. ഇപ്പോൾ കുറച്ച് മുന്നേ പറഞ്ഞതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നൊരു കാര്യമാണ് കുട്ടികളിൽ, പ്രത്യേകിച്ചും ടീനേജ് എന്ന് പറയുമ്പോൾ 13 മുതൽ 19 വരെയുള്ളൊരു പ്രായം, ഭയങ്കര ഒരു മെൻ്റൽ ഇഷ്യൂസ്, അവർക്കാണെങ്കിൽ നേരെ എന്താണ് അവരുടെ ലൈഫിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പോലും പറ്റാത്തൊരു പ്രായമാണ്. ഇവർക്ക് ഒത്തിരി കെയർ വേണം. അതിന് വേണ്ടിയിട്ട് പല സപ്പോർട്ടീവ് പോളിസീസ് ഉണ്ട്, നഴ്സറിങ് കെയർ കൊടുക്കണം എന്ന് പറയുന്നുണ്ട്, സ്കൂളിൽ തന്നെ പ്രോഗ്രാംസ് ഉണ്ട്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ ജീവനി സെല്ല് കോളേജിലുണ്ട്, അതുപോലെ തന്നെ സ്കൂളിലും അതിനൊരു കൗൺസിലിംഗ് സെല്ലൊക്കെ ഉണ്ട്. സ്കൂൾ ബേസ്ഡ് പ്രോഗ്രാംസ് ടീച്ചിങ് ഇമോഷണൽ സ്കിൽസ് ആർ ഹൈലി എഫക്റ്റീവ് ഇൻ പ്രൊമോട്ടിംഗ് മെൻ്റൽ ഹെൽത്ത്. സ്കൂൾ കുട്ടികൾക്ക് പരീക്ഷാ സമയത്ത് സ്ട്രെസ് എങ്ങനെ നേരിടാം, ചിലർക്ക് ഇഷ്ടംപോലെ പഠിക്കുന്നുണ്ട് പക്ഷെ ഒന്നും ഓർമ്മ വരുന്നില്ല, ഇതൊക്കെ സ്ട്രെസ് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്.
സോ അതൊക്കെ എങ്ങനെ ഡീൽ ചെയ്യാമെന്നുള്ളത് സ്കൂളിൽ പല പ്രോഗ്രാംസും കൗൺസിലിംഗ് പ്രോഗ്രാംസ് പോലെ വെച്ചിട്ട് ഇമോഷണൽ സ്കിൽസ് കുട്ടികളെ പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ്. മെൻ്റൽ ഹെൽത്ത് അറ്റ് വർക്ക്, അഞ്ചാമത് പറയുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് പ്രൊമോട്ട് ചെയ്ത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. അതിൽ വരുന്നതാണ് അഞ്ചാമത്തെയും ലാസ്റ്റ് പോയിൻറ്റ്, മെൻ്റൽ ഹെൽത്ത് അറ്റ് വർക്ക്. പ്രൊമോട്ടിംഗ് മെൻ്റൽ ഹെൽത്ത് ഇൻ ദി വർക്ക് പ്ലേസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഏരിയ ഓഫ് ഫോക്കസ്. ദിസ് ക്യാൻ ബി ഡൺ ത്രൂ ലോസ്, വർക്ക് പ്ലേസ് സ്ട്രാറ്റജീസ്, ട്രെയിനിങ് ഫോർ മാനേജേഴ്സ് ആൻഡ് ഇൻ്റർവെൻഷൻ ഫോർ എംപ്ലോയേഴ്സ്. നമ്മൾ നേരത്തെ സ്കൂളിലേക്ക് കാര്യം പറഞ്ഞുവെങ്കിൽ അടുത്ത് വർക്ക് പ്ലേസ്. നമുക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ ഭയങ്കര സ്ട്രെസ്സാണ്. ഇനി ജോലി കിട്ടി, അത് വളരെ ഒരു മോശപ്പെട്ടൊരു എൻവയോൺമെൻറ്റിലുള്ള ഒരു സ്ഥലത്താണ് നമുക്ക് ജോലി കിട്ടുന്നതെങ്കിൽ നമ്മുടെ സ്ട്രെസ്സ് ഭയങ്കരമായിട്ട് കൂടത്തേ ഉള്ളൂ. നമ്മൾ എന്ത് ജോലി എത്ര കഷ്ടപ്പെട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്രിസിയേഷൻ ഇല്ല, എന്ത് ചെയ്താലും കുറ്റമാണ്, ഒരുപാട് വർക്ക് ലോഡ്. കമ്പനിയിൽ ഇരുന്നാലും ജോലി ചെയ്യണം, തിരികെ വീട്ടിൽ വന്നാലും ജോലി ചെയ്യണം, ലീവും കിട്ടത്തില്ല, അത്യാവശ്യത്തിന് നമ്മുടെ ഒരു കാര്യവും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഭയങ്കര സ്ട്രെസ്സാവും. ഈ ടാർഗറ്റൊക്കെ ഉള്ള ജോലിയാണെന്നുണ്ടെങ്കിൽ ആ ടാർഗറ്റ് കിട്ടുന്നത് അച്ചീവ് ചെയ്യുന്നത് വരെ അത്രയ്ക്കും ടെൻഷനായിരിക്കും. സോ ഇതിന് പല നിയമങ്ങളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത്ര മണിക്കൂർ മാത്രമേ ഒരാളെ കൊണ്ട് ജോലി എടുപ്പിക്കാവൂ, വർക്കിൽ ഹോളിഡേ കൊടുത്തിരിക്കണം, ഇങ്ങനെയുള്ള കുറച്ച് നിയമങ്ങൾ കൊണ്ടുവന്നാൽ മെൻ്റൽ ഹെൽത്ത് വർക്ക് പ്ലേസിൽ കുറച്ച് ബെറ്റർ ആക്കാൻ പറ്റും. പിന്നെ വർക്ക് പ്ലേസ് സ്ട്രാറ്റജീസ്, ഈ പറഞ്ഞ കണക്കിന് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് വർക്ക് ചെയ്യും. ട്രെയിനിങ് ഫോർ മാനേജേഴ്സ് ആൻഡ് ദി ഇൻ്റർവെൻഷൻ ഫോർ എംപ്ലോയീസ്. സോ മാനേജേഴ്സിന് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്നൊരു ട്രെയിനിങ് കൊടുക്കുക. പിന്നെ ബാക്കിയുള്ള വർക്കേഴ്സിൻ്റെ അടുത്ത് നിന്നും അതിനാവശ്യമായിട്ടുള്ളൊരു അവരെങ്ങനെയാണ് ഇടപെടേണ്ടത് എന്ന് അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നതിലൂടെയും വർക്ക് പ്ലേസിലെ മെൻ്റൽ ഹെൽത്ത് ഓക്കെ ആക്കി വയ്ക്കാൻ പറ്റും. ഇതിൻ്റെ ബാക്കി നമുക്ക് ഒരു സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാം. ഇത് കുറച്ചധികം കാര്യങ്ങൾ വരുന്നതുകൊണ്ടാണ് ഡ്യൂറേഷൻ കൂടി പോകുന്നത്. ഇത്രയും പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിന് വരാൻ ചാൻസുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് അടുത്തൊരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.